Hey guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്താ ചോദിച്ചത്, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ, നാളെ സൺഡേ ആണ്. അപ്പം ഞാൻ കുറച്ച് ഷൂട്ട് ബ്രേക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നമുക്കൊരു എന്നെ സംബന്ധിച്ച് ഞാൻ നടത്തിയൊരു വലിയൊരു പരിപാടി കണ്ടക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ വരും. കുറച്ച് ലോങ് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആലപ്പുഴ വന്നതാണ്. ആലപ്പുഴ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, ഒരു സിമ്പിൾ പരിപാടിയുണ്ട്. നമ്മുടെ മലയാളീസില്ലേ, മലയാളീസ് നമ്മൾ എൻ്റെ കൂടെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഉണ്ടെന്ന് അവനില്ലേ, അപ്പോൾ അവൻ നടത്തുന്ന ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനും പോകണം. പിന്നെ നാളെ വേൾഡ് കപ്പാണ്, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോകണം. അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ ഒരു ഈവനിങ് ടൈം അപ്പോൾ ഇന്ന് വെയിലെ കുറച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് നേരെ എറണാകുളത്തേക്ക് വെച്ച് പിടിക്കാം. വണ്ടിയിൽ തന്നെ ഞാൻ പോകുന്നത്. അധികം ലഗേജൊന്നും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ ഒറ്റ ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒറ്റ ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് പോയി നാളെ തിങ്കളാഴ്ച തിരിച്ചു വരും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. അത് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും പോകും. അതാണ് അവസ്ഥ. അപ്പം നമുക്ക് നേരെ സമയങ്ങൾ നേരെ പോകാം എറണാകുളത്തേക്ക്. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. വന്ന വഴിയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അരൂർ റൂട്ട് ഇപ്പോൾ ഭയങ്കര സ്മൂത്താണ്. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഭയങ്കര സ്മൂത്ത് റോഡ് കിടപ്പുണ്ട്. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ ബൈ റോഡില്ലേ, ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ ബൈ റോഡിൽ കൂടെ ഇപ്പോൾ വണ്ടി മൊത്തം പോകണം. അവിടെയാണ് സത്യം പറഞ്ഞാൽ ബ്ലോക്ക്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ബ്ലോക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് 1-2 സ്ഥലത്തൊക്കെ ബ്ലോക്ക് കിട്ടി ഞാനിങ്ങനെ വന്ന്. പക്ഷേ അരൂർ റൂട്ട് ഇപ്പോൾ സെറ്റ് വൈബാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മലയാളീസില്ലേ അവനൊരു പരിപാടി നടന്നു വെച്ച് കഴിഞ്ഞാൽ അവനൊരു സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു മീറ്റ് പോലെ വെക്കുന്നുണ്ട് കാഫേയിൽ. അപ്പോൾ അത് അതിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ നമ്മളോട് എല്ലാ കാര്യത്തിലും ചങ്ക് പോലെ കട്ടക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ പോകാണ്ടിരിക്കാൻ ശരിയല്ലോ. പോകാൻ വേണ്ടി വന്ന്. പിന്നെ നാളെ വേൾഡ് കപ്പ് ഉണ്ട്. പിന്നെ ഇനി അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഷർട്ടും ഈ വൈറ്റ് പാൻറ്റുമാണ്. അപ്പം ഇനി നമ്മൾ റെഡി ആവട്ടെ. ഞാൻ കുറച്ച് സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം, കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനിപ്പം റെഗുലർലി യൂസ് ചെയ്യുന്നത്, അതായത് കുറച്ചൊന്ന് സ്മെല്ലി ആയിട്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ അവസരമാണ്. നൈക്കിലൊക്കെ നല്ല ഓഫർ നടക്കുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഇൻറ്റുനൈറ്റിൻ്റെ ബോഡി മിസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നൈക്കയിൽ ഓഫർ നടക്കുന്നുണ്ട്. 899 ഫസ്റ്റ് ടൈം വാങ്ങുന്നവർക്ക് 10-200 രൂപ കുറഞ്ഞ് കിട്ടും. 10-600 രൂപ സംതിങ് കിട്ടും. ഇതൊന്ന്. പിന്നെ നമ്മുടെ മയ്യോപ്പിയുടെ പെർഫ്യൂം. പിന്നെ ഇത് പ്ലമ്മിൻ്റെ അണ്ടർ റോളോണ്. ഇത് 2 എണ്ണം. പിന്നെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് 2 എണ്ണം. പിന്നെ ഉള്ളത് ഇതിന് ഇത് പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ്, പ്ലമ്മിൻ്റെ ബോഡി ലോഷന്. ഇത് 2 ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇരുന്നത് കാര്യം ശരി, ഇത് നമ്മൾ കിട്ടിയ സ്മെല്ലാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ ഇരിക്കട്ടെ, കിട്ടിയ സ്മെല്ലാണ്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഫ്ലേവറിങ് ആയിട്ടുള്ള നല്ല സ്മെല്ലാണുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, വാങ്ങിച്ച് നോക്കുക. ഇത് പ്രമോഷന് കാര്യങ്ങളൊന്നുമില്ല, ഞാനിപ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്കതൊരു യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നതാണ്. നിങ്ങൾ സ്മെല്ലായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഇത് വാങ്ങിക്കുക. അപ്പോൾ തന്നെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങട്ടെ. അവിടെ 6 o'clock പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ 5:40 കണ്ടായിട്ടുണ്ട്. ഷിബുവിനെ പൊക്കണം, മുർഷീനെ പൊക്കിയിട്ടാണ് അങ്ങോട്ട് പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് റെഡി. അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മിസ്റ്ററി ബോക്സ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുമോ, എടുക്കാം എന്നുള്ള സിറ്റുവേഷനിൽ പോയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, എൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട്, സെറ്റായിട്ടില്ലേ? പിന്നെ നമുക്ക് നേരെ സ്റ്റേഡിയത്തിൽ പോവാം. ഷിബുമോനില്ല, ഷിബുമോന് വയ്യ, ടയേർഡാണ് അത്രേ. അത് കാരണം ഷിബുമോനില്ല, ഞാനും മുർഷിയും മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തെങ്കിലും സ്ട്രേഞ്ചറിൻ്റെ പരിപാടിയില്ല, പോയി നോക്കാം. ഈ വാച്ച് എങ്ങനെയുണ്ട്, നൈസ് അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച 699 കിട്ടി. പക്ഷേ ആക്ച്വൽ പ്രൈസ് സൊനാറ്റയുടെ ഉണ്ട്. ഇത് കൊള്ളാം, നൈസാണ്. എങ്ങനെ ചേരുന്നുണ്ട് ഈ കയ്യിലിട്ട് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യേ. ഓക്കെ, ഇനിയും വെയിറ്റ് ചെയ്യാനില്ല, നമുക്ക് നേരെ ഇറങ്ങാം സ്റ്റേഡിയത്തിലേക്ക്. അവിടെ പോയി പിക്ക് ചെയ്യേണ്ടി അവനെ മുർഷീനെ പിക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷ അത്ര ആളും വൈബൊന്നുമില്ല. എന്തായാലും നമുക്ക് അകത്തായിട്ട് പോയതൊക്കെ എന്താണ്, എനിക്കാണ് ഭയങ്കര ഇൻട്രോവേർട്ട് സീന്. ഒരുമാതിരി നോക്കട്ടെ, അവിടെ ചെന്ന് ഞാൻ സെറ്റായിട്ടൊക്കെ വരാം. അപ്പോൾ മൊത്തം പരിചയമുള്ള ആൾക്കാർ. നീ ഇവിടെ ആരാ നിന്നെ വിളിച്ചത്? ഇവിടെ ഇവിടെ വന്നിട്ട് മൊത്തം പരിചയമുള്ള ആൾക്കാർ, എല്ലാം പരിചയമുള്ള. ഞാനിതല്ല മുറിച്ചതല്ല, വേറെ പേര് മാറ്റി. പേരെന്തുവാ? MK. താങ്കളുടെ പേര്? ആൽഫിയ. ഓ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, സ്ട്രേഞ്ചർ മീറ്റിന് വന്നായിരുന്നല്ലേ? എന്താ പറയാൻ പോണ്ടാ, എന്തിനാ നിനക്കെ നിന്നെ വിളിച്ചില്ലേ? അൽഫി, ശ്രുതി, നാരായൺകുട്ടി, മുർഷിദ്,
Faiz bro, come on. പോടാ ആപ്പടെ bro. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയാണ് പോയ വീട്ടിൽ സാധനം കിട്ടി ഞാൻ തൂക്കിയിട്ടൊന്ന് പോകുന്നു ഹോട്ട് ബോക്സ് ആവശ്യമുള്ള സാധനം മാത്രമേ എടുക്കാവുള്ളൂ ആവശ്യമില്ലാത്ത വഴി വിട്ടേക്കണം ഓക്കെ ഞാനൊരു സത്യം മനസ്സിലാക്കി ഇപ്പോഴാണ് ഇവള് സെന്റ് തെരേസസിലാണ് ആൽഫി പഠിക്കുന്നത്. ഓ മൈ ഗോഡ്, നീ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവളെ പിക്ക് ചെയ്യാനൊക്കെ പോകാറുന്നില്ല നടക്കുന്നത്. ഓ അങ്ങനാ, അത് ഞാൻ കൊറേ പ്രാവശ്യം ആലോചിച്ചാ. ഇവിടെ എന്നെ വിളിക്കും പക്ഷെ ഞാൻ പോക്കില്ല അല്ലേ. ഇവിടെ കൊറേ പ്രാവശ്യം വിളിച്ചിരുന്നു. ഇല്ല മക്കളെ പണ്ട് ഞാൻ വിളിക്കണ്ടേ, എടാ ഒന്ന് ലേറ്റ് ആയി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് ഓർമ്മയുണ്ടാ. പിന്നെ പ്രോഗ്രാമിനുണ്ട് കുട്ടിയെ വിളിക്കാൻ പാടില്ല. എന്തോന്നാലും കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ, ഉറപ്പില്ല. മുട്ടായൊന്നും വേണ്ട, ഹെവി കാര്യമായിട്ട് ഫലൂട വേണ്ട. നീയല്ല, നീ മാറിയില്ലേ. ഇവളെ വീണെങ്കിൽ ഞാൻ തീരുമാനിക്കണം. ട്രീറ്റ് വേണമെന്ന് ആലോചിക്കാം. സെറ്റാക്കാം. അവിടെ വലിയ കാര്യത്തിൽ പരിപാടി നടക്കുമ്പോൾ നമ്മളവിടെ പുറകിൽ നിന്നുകൊണ്ട് മന്തി കഴിക്കാനുള്ള പ്ലാനിങ് നടക്കുന്നു. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ അറസ്റ്റ് ചെയ്യണമല്ലോ വന്നാണ്. ഇവിടെ പരിചയപ്പെട്ട ഒരു സിമ്പിൾ കാര്യം, ഒരു സിമ്പിൾ പരിപാടി ചോദിക്കട്ടെ. എനിക്ക് ചോദിക്കട്ടെ ഇപ്പൊ മലയാളത്തില്ല ഷൂട്ട് ചെയ്തോ? ഞാൻ സിമ്പിൾ സാധനം ചോദിക്കട്ടെ. ഫ്രീ ആണോ ഇന്ന്? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ എന്താ പരിപാടി? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നാളെ എനിക്ക് 7 മണിക്ക് വർക്ക് ഉണ്ട്. ഉറങ്ങണല്ലേ? അല്ല ക്വിക്കായിട്ട് മൂവിക്ക് പോയാലും ചോദിക്കാൻ പറ്റും. എന്ത് ചെയ്യാനാണ്, എനിക്ക് നാളെ ഉണ്ടല്ലോ ഡബിൾ വർക്കാ. ഹെവി ഭയങ്കര ടൈറ്റ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഡേറ്റ് വിത്ത് സ്ട്രേഞ്ചർ ഗേൾ വരുന്നോ? ഓ ആയിക്കോട്ടെ. എന്നാ ഫ്രീ ഉള്ള? ഞാനോ? ഞാനിപ്പോ ഉണ്ടല്ലോ, ഞാൻ എവിടാന്ന് അറിയോ? ഇപ്പൊ നിക്കുന്നേ മാറപ്പള്ളിയാ നിക്കുന്നേ. അതെന്താ അവിടെ നിൽക്കുന്നത്? എന്റെ കോളേജ് അവിടെയാണ് ഗൈസ്. പിന്നെ ഞാൻ അവിടെ എന്താ അവിടെ നിക്കുന്നത്? ആ ഇങ്ങോട്ട് ഞാൻ വരും. അതും നടന്നില്ല. അവിടെ ഇവളുടെ പുള്ളിക്കാരത്തിന് എന്താ കഥ എന്താ കേൾക്കാൻ വേണ്ടിയാണ് ഇത്തരം പേരിരിക്കുന്നത്. ഗെയിംസ് നടത്തുന്ന പുള്ളിക്കാരത്തിന്റെ കഥ എന്ത് കഥയാണത് ഞാനും കേട്ടില്ല. നമ്മളവിടെ വേറെ സംസാരം കേട്ടില്ല. ആശയം പുള്ളിക്കാരത്തിൽ ലക്ഷദ്വീപ് കാര്യമാണ്. അങ്ങനെ എന്തൊക്കെയാ സംസാരിക്കുന്നത് ഐഡിയ കിട്ടില്ല. കേരളത്തിൽ പോയപ്പോ അവള് മലയാളിയായി. മലയാൻ കൊച്ച, ഞങ്ങളവിടെ ഒരു പരസ്യമുണ്ട്, മലയാൻ കൊച്ചെന്ന് പറയും. അവള് കേരളത്തിൽ പോയപ്പോ മലയാൻ കൊച്ചായി എന്നൊക്കെ പറയും എന്നെ. ഗൈസ് ഇപ്പോൾ ഇതൊരു ഫുൾ ടീം 4 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ നിന്ന് 4, 3, 2, 1 അങ്ങനെ ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സെക്കൻഡ് ടീം നോക്കി 4 വെമ്പിളൊരു ചെറുക്കനും. ഞാൻ അൽഫിനെ പെണ്ണാരി കണ്ടിട്ടില്ല. അവനെ സൂക്ഷിക്കണം. പക്ഷെ ഞാൻ ആ ടീമിന് പോയാലോ, ആ ടീമിന്റെ മെമ്പർ കുറവുണ്ട് പോയ. അൽഫി ഒരു കൃഷ്ണൻ വരുന്നുണ്ടല്ലോ അങ്ങോട്ട്. ആൽഫി എന്നെ അങ്ങോട്ട് മെമ്പർ ജോയിൻ ചെയ്യൂ. എന്താണ് നമ്മള് നോക്കണ പോലില്ല ഏത് വഴിക്കൊന്ന്. ഇവർക്ക് പറയുന്നത് ബലൂൺ കൊടുത്താൽ ആ ബലൂണിനകത്ത് എന്താ ബലൂണ് ഓരോ കളർ ഉണ്ടാകും. അപ്പൊ കളർ വെച്ചിട്ട് എന്താ പറയാ ഓരോ ഡെയർ, ആ ഓരോ കളറിന് ഓരോ ഡെയർ ഉണ്ട്. അതാണ് സംഭവം. അപ്പൊ ഫസ്റ്റ് ഡെയറിന് സംഭവം കാണിച്ചത്. ഓക്കേ, ഡെയർ പറഞ്ഞു കൊടുക്കും. റെഡ് ഡെയർ പറഞ്ഞ ഇൻട്രോഡ്യൂസ് യുവർസെൽഫ് ആസ് എ ന്യൂസ് റിപ്പോർട്ടർ. സിമ്പിൾ ഡെയർ 30 സെക്കൻഡ് അതിൽ ചെയ്യണം. എല്ലാരും ഒരു ആവശ്യമില്ലായിരുന്നു. അയ്യോ 30 സെക്കൻഡ് ടൈം തരും ട്ടോ. റെഡിയല്ലേ? ഇത്രയും പെമ്പിള്ളേരെ കൂട്ടത്തിരിക്കുന്നവരാ. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു. പോയി നിനക്ക് വരെ ഞാൻ ഇരിക്കണു. അവർക്ക് കൂട്ടായിട്ട് ഞാൻ ചെയ്യാൻ പോയിട്ട്. എടാ അവളെ പിന്നെ കാണേണ്ട ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുപ്പിനെ കാണണം. ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ടൈം ഉണ്ടാവും. ആ 30 സെക്കൻഡ്സിനുള്ളിലാണ് ഇന്റർവ്യൂ കൊടുക്കേണ്ടത്.
Sell your slipper shoes as a luxury brand. 32nd time. മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? സെയിൽ ചെയ്യണം. ഇറ്റ്സ് എ ലക്ഷറി ബ്രാൻഡ് എന്ന ലെവലിൽ സെല് ചെയ്യുക. ആ ഒരു ഹൈപ്പ് കൊടുത്ത്. അല്ല ലോ ക്ലാസ് നമുക്ക് ലക്ഷറി ആയിട്ട് ഓടിക്കണം. യു ആർ റിച്ച് പീപ്പിൾ നോ? അല്ലേ റിച്ച് പീപ്പിൾ അല്ലേ? ആൽഫി ഒഴിച്ച് അല്ല ഇത് നമുക്ക് സെല് ചെയ്യണം. പുള്ളിയുടെ സ്ലിപ്പർ തന്നെ. Ready അല്ലേ? Ready? 1, 2, 3, start. ഞാൻ സെല് ചെയ്യാൻ പോണത് നല്ല പുതിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഗുഡ്ലാൻഡിന്റെ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഗുഡ്ലാൻഡിന്റെ ഒരു പുതിയ സാൻഡിൽസ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ സാൻഡിൽസ് പോലെ പെട്ടെന്ന് കീറി പോണ ടൈപ്പ് അല്ല, നല്ല ലാസ്റ്റ് ചെയ്യണ ടൈപ്പാണ്. പിന്നെ അവനോട് അവന്റെ ചിരിപ്പ് വെക്കാൻ തോന്നുന്നു, പക്ഷെ അവൻ നിന്ന് വിറയ്ക്കുന്നുണ്ട്. എന്തിനാ ഇവൻ പറയുന്നത് പേടിച്ച് പോട്ടെ. സാരില്ല. പണിഷ്മെന്റ് ഉണ്ടോ? പണിഷ്മെന്റ് ഉണ്ടോ? പണിഷ്മെന്റ് കൊടുക്കാം. ടീം മെമ്പേഴ്സിന്റെ അഭിപ്രായം എന്താ? നിങ്ങൾക്കും കിട്ടും. കിട്ടിയില്ലേ? പണിഷ്മെന്റ് കൊടുക്കണോ? ആ ടീമിന് പിള്ളേരോട് കൊടുക്കാം. എന്നാ പിന്നെ എന്റെ ടീമിങ് പോരെ. ആ ചെല്ലി വാ. കൃഷ്ണന്റെ നാഥമാരുടെ ഗോപികമാർ വായോ. ഒരാളൊഴിച്ച് ആൽഫി ഒഴിച്ച്. അല്ല, അൽഫിയ വേണം. അല്ല ആൽഫിയെ ഗോപിയായിട്ട് കൂട്ടരെന്ന് പറഞ്ഞു. കൂട്ടിയേക്കാം. അതിന് പെണ്ണിന്റെ വീട്ടിൽ കൂട്ടുന്ന ഗോപനെന്ന് ഗോപേട്ടൻ കൃഷ്ണൻ മാറിയെങ്കിലും നടക്കിക്ക് ഒരു സോങ് വെച്ച് ഡാൻസ് ഡാൻസ് ഇല്ല. ആ നല്ല ഐഡിയ. വെക്കണില്ല. സോങ് ഇല്ലാണ്ടെങ്കിൽ ഡാൻസ് കളിക്കും പിള്ളേരെ. ഡാൻസ് സോങ് ഇല്ലാണ്ട് കൃഷ്ണൻ നടക്കിക്ക്. കൃഷ്ണൻ നടക്കിക്ക്. പാട്ട് വെച്ചേ രാധാകൃഷ്ണ മറ്റേ പോരെ. ഗൈസ് പാട്ട് വെക്കാൻ പോണ്. കാരണം അത് കട്ട് ചെയ്യുവാണ്. ഞാൻ ചെറിയ ക്ലിപ്പ് കാണിച്ചു തരാം. എന്താ കളിക്കുന്നത്? നമ്മൾ ഒപ്പന കളിക്കാൻ പോണേന് കൃഷ്ണൻ. കൃഷ്ണന് നാണം വന്നു. നീ ഗോപൻ. പാടിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഗൈസ് സത്യം പറഞ്ഞ ഞാൻ പോയാൽ മതിയായിരുന്നു. പറഞ്ഞ ഞാൻ ആ ടീമിനെ എങ്ങനെയും നോക്കിയാറോ നോക്കി, പക്ഷെ ആൾക്ക് സമ്മതിക്കുന്നില്ല. അതൊക്കെ അല്ലങ്ങനെ ഞാനായിരുന്നു എങ്ങനെ ഇതിനേക്കാളും അടിപൊളിയാവുന്നു. യോഗയില്ല. എന്താ കേട്ടില്ലല്ലോ? ഒന്നും പറഞ്ഞു. അതേസമയം കണ്ണൂരി താസ്യം മലയാളാണ്. ഈ തെര വിളിച്ചല്ലടാ तूने गाली दिया था ना. गाली मेरे को मालूम है. इवके भाषा गाली അറിയുന്ന തെറി മാത്രം. ഏത് ഭാഷ? ലക്ഷദ്വീപ് മഹൽ ഭാഷ. ലക്ഷദ്വീപിലൊക്കെ ഇത്ര വലിയ ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു. ഇവരായിട്ട് അത്ര വൈബായി. എടാ മലയാളി ഒരു വീട് അല്ല അവന്റെ അടുത്തുള്ള എടാ അല്ല നീ ഒരു ഗയ്സ് എട്ടരാകുമ്പോ തിരിച്ചെത്തണേ. ആൽഫി എന്തായാലും നീ നേരത്തെ എന്തായാലും ഈ ടീമിലേക്ക് കയറി. ഇപ്പൊ നീയും മറ്റേ അവളും മാത്രമേ ഉള്ളൂ. അവളുടെ പേരെന്നായിരുന്നു? അനുവാ. ശ്രുതി മാത്രമേ ഉള്ളൂ. നീ നേരത്തെ ആള് വരുന്നപ്പോ ഞാൻ വിളിച്ചില്ല. ദുഷ്ടേ. ഞങ്ങളുടെ ടീമിലോ അല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലോ ഒരാളിപ്പോ പോയി. ആൾക്ക് തിരക്കായിട്ട് ആള് പോയി. അതുകൊണ്ടൊരു വേക്കൻസി വന്നു. അതുകൊണ്ട് മാത്രം വിളിച്ചത്. ഞാൻ എനിക്ക് പറ്റുന്ന അറിയാലോ. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയല്ലോ. ക്രിഞ്ചായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ കയറത്തുള്ളൂ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഏകദേശം ഒരുപാടായിട്ട് സെറ്റ് ആയിട്ടൊക്കെ വരാം. ഗേൾഫ്രണ്ട് മെസ്സേജ് അയക്കുക. പെണ്ണില്ലാത്ത നമുക്ക് ഏത് വേണ്ട മെസ്സേജ് അയക്കണേ. ആണോ? ആ സംഭവം കൺഫേം ആയി. ചാൻസ് ഉണ്ട്. പാടില്ല. ഗൈസ് ഇപ്പൊ ടിഷ്യൂ പേപ്പർ ലിപ്പ് കൊണ്ട് ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നത് അത് നടത്താൻ പോണ്. ഇതിനകത്ത് എന്നെ വിളിക്കുന്നത് മലയാളീസ്. ഞാൻ വരട്ടെ. ആൽഫി 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 എന്നെ വിളിക്കായിരുന്നു. എന്നെ വിളിക്ക. ആൽഫി 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 ഇത് ഇമാര് ഗെയിംസ് നമുക്ക് കൃഷ്ണൻ പോയി. കൃഷ്ണനെ
അടിച്ചു വച്ചിരിക്കണം. ഒന്ന് മാറിയേ, പോസ്റ്റ് ഒന്ന് മാറൂ. മലയാളി ഞാൻ നന്നായിട്ട് ചെയ്യടാ. അല്ല പണി നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പണിയാണ്, എല്ലാം കൂടിയിട്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള പണിയായത് തന്നെ ചെയ്തോ, നോ പ്രോബ്ലം. അതൊന്നും പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പൊ ഒരു വട്ടം കറങ്ങുന്നു, എന്നിട്ട് നല്ല പണി കിട്ടിയപ്പോ വയ്യ. ആ കളിച്ചേ പറ്റുള്ളൂ, ഡേർ മാറ്റില്ല. എനിക്കൊന്നും പറയാനില്ല, നമ്മുടെ പിള്ളേര് പറയണ പോലെ. ഇത് വേണോ പ്രപ്പോസൽ വേണോ? രണ്ടും വേണം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആൽഫീനെ സൂക്ഷിക്കണം, അവക്ക് ചെറിയതാണ്. അവള് ചെറുതായിട്ടൊരു ചന്ദ്രക്കുണ്ട്. കൂട്ടാത്ത ടീമാ. ആൽഫീനോ ഇങ്ങനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നേ. ഇതിപ്പോ എന്തെങ്കിലും ഒന്നൊക്കെ തീരുമാനാക്കോ, ഇല്ലെങ്കിൽ കൃഷ്ണനെ ഞാൻ ചെയ്താൽ മതിയാ. നാരായൺകുട്ടി ഒരു പ്രപ്പോസൽ കാണിച്ചു ബായോ. പുള്ളിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പുള്ളിന്റെ ഒരു പേജ് ഉണ്ട് നാരായൺകുട്ടി എന്ന് പറഞ്ഞ, ആ പേജ് ഒന്ന് കെയർ വെക്കാൻ. ഇതാരെ പ്രപ്പോസ് ചെയ്തോ? കൃഷ്ണനെ ആ പിന്നെ ഫാമിലിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? എല്ലാരും എനിക്കെതിരെ തിരിയണ നടക്കൂല. ഞങ്ങളുടെ ഗെയിം നടക്കുന്ന കൃഷ്ണനെ പ്രപ്പോസ് ചെയ്യണം. അപ്പൊ കൃഷ്ണനെ തന്നെ പ്രപ്പോസ് ചെയ്യണം. കൃഷ്ണനെ പ്രപ്പോസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും പെൺകു ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ പ്രപ്പോസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഈ ഓഡിയൻസ് മൊത്തം എനിക്കെതിരാണ്. ആണാ കൃഷ്ണനെ എനിക്ക് കാണാൻ പറ്റില്ല, മലയാളി അറിയില്ലല്ലേ. കൃഷ്ണ ഒറ്റ കാര്യം പറയാനുള്ളത്, സ്നേഹിച്ച ചങ്ക് വരച്ചത് കൂടെ നിന്നാ അതുപോലെ ടേക്ക് കെയർ ചെയ്യും. എന്നും കൂട്ടത്തിലുണ്ടാവും. ഒരിക്കലും കണ്ണീര് എന്നുള്ള സാധനം കണ്ണീര് വരത്തില്ല. എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുകയും ചെയ്യും, അത്രത്തോളം കൊണ്ടിറക്കുകയും ചെയ്യും, അത്രത്തോളം കെയർ ചെയ്യുകയും ചെയ്യും. ഒരിക്കലും എന്താ പറയാ, വിഷമം ഘട്ടത്തിലാണെങ്കിലും സങ്കടഘട്ടത്തിലാണെങ്കിലും സന്തോഷത്തിലെ ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും കട്ടയ്ക്ക് ഒരുമിച്ച് കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ സിമ്പിൾ സാധനം. ഇതൊക്കെ ഇത്ര അഭിപ്രായമാണ്. കൃഷ്ണനുള്ള പണി വരണ്ടേ? കൃഷ്ണൻ പറയും ഏത് ഗോപിക ഇതൊക്കെ ചുറ്റുക്കി മാറ്റം ആ പിള്ളേർക്ക് എന്നോട് എന്തുകൊണ്ട് അല്ലേ എനിക്ക് പെണ്ണില്ല കൊണ്ടുപോയി. ടാസ്ക് എന്താന്ന് വെച്ചാല് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരായിട്ട് വരും. അവർ ഈ ജ്യൂസ് കുടിക്കും. ഇതില് ഒന്നില് പച്ചവെള്ളമാണ്, ഒന്നില് കൈപ്പക്ക ജ്യൂസ് ആണ്, ഒന്നില് ചെറുനാരങ്ങ ജ്യൂസ് ഉണ്ട്. ജ്യൂസ് അല്ല, ചെറുനാരങ്ങ നീരുണ്ട്, പിന്നെ ഒന്നില് ഇഞ്ചി നീരുണ്ട്. നിങ്ങളുടെ ടീം ഏതാ കുടിച്ചെന്ന് അവരുടെ എക്സ്പ്രഷൻ കാണിക്കാൻ പാടില്ല. ഫേസിൽ ഒരു എക്സ്പ്രഷൻ വരാൻ പാടില്ല. ഏത് ടീമാണ് എന്ത് കുടിച്ചെന്ന് നോക്കിയിട്ട് പറയണം. കൊള്ളാം കൊള്ളാം. ഞാൻ ആ ടീമിനെത്തുള്ളത്. എല്ലാരും പറ. അല്ല അവരവിടെ നിന്ന് പറഞ്ഞ പോരാ, ഇപ്പൊ അവരവിടെ നിന്ന് പറഞ്ഞ പോരെ. വണ്ണ് വണ്ണിങ് പറയുമ്പോൾ മാത്രം കുടിക്കാൻ പാടുള്ളൂ. 30 സെക്കൻഡ് ടൈം ഉണ്ടാവും. എന്താ എന്താ ഞാൻ അവിടെ വേറെ കാര്യം ഞാൻ ബ്ലോഗിനകത്ത് പറഞ്ഞു അല്ല റബീസ്. റെഡി അല്ല 1 2 3 ഒന്നുമില്ല. 30 സെക്കൻഡ് ടൈം ഉണ്ടാവും. ഓർക്കൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഭയങ്കര വലിക്കാനുള്ള കുടിക്കുന്നേ. എല്ലാരും കൗട്ടടിയാണോ? ടീം 2 പറ, നിങ്ങളുടെ ടീം ഏത് ജ്യൂസാ കുടിച്ചേ? ഇഞ്ചിയാണോ?
ഞാൻ ഒന്നും പറഞ്ഞില്ല. Cheating is not allowed. Out. ഞാൻ വെറുതെ കുടിച്ച് ഓക്കെ ഒരു സിഗ്നൽ കൊടുത്താൽ പറഞ്ഞുതരാൻ അറിയാൻ പറ്റും നിന്നൊക്കെ. നോക്കറിയാ ഞാൻ കറക്റ്റായിട്ട് കഴിച്ചു. അങ്ങനെ പെട്ടെന്ന് പറയാൻ ഒരു ടീമിനും പെട്ടെന്ന് പറ്റില്ല. അടിയായി ബൈ ബൈ. ഈ പരിപാടി ഞാൻ കള്ളത്തരം കാണിക്കാൻ കാണുന്നില്ല. ബർഗർ ഏറ്റവും കുറഞ്ഞ ബൈറ്റിൽ ബർഗർ കഴിക്കുന്ന ആൾക്ക് പ്രൈസ് ഇല്ല. അല്ല ചുമ്മാ ഇല്ലല്ലേ വിശക്ക്. ഞാനല്ല കൃഷ്ണനെ നൈസായിട്ട് സൈഡാക്കിട്ട് ഗോപികമാരുമായിട്ട് ഞാൻ പോയിട്ട് ഷൂട്ട് വെച്ചാണ്. കുറച്ച് ഷൂട്ട് ചെയ്യാവുള്ളൂ. ഈ ഗിഫ്റ്റ് 30 സെക്കൻഡിനുള്ളിൽ തിന്നേ വേണം. 2 വൈറ്റ് 4 പേർക്കും തരും. ആ ബർഗർ കംപ്ലീറ്റ് ചെയ്യണം. 30 സെക്കൻഡ് ടൈം തരും. 2 ബൈറ്റാ ചലഞ്ച് അത്ര ഈസി ആ ഷോ. 2 3 മറ്റേ ചേട്ടന് വരുന്നതിന് പറഞ്ഞേ അമൽ മാർട്ടിൻ ചേട്ടനൊക്കെ ഫിക്സ് 2 ഒന്നും മിണ്ടുന്നില്ല. കടിക്കരുത്. ഡോണ്ട് ടൈം ഉണ്ട്. 30 സെക്കൻഡ് 2 വൈറ്റല്ലേ? 30 സെക്കൻഡ് 2 വൈറ്റല്ലേ? അത് അതിന് സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ 2 അടി കഴിക്കാൻ പാടുള്ളൂ. ബർഗർ തീരണം. കണ്ടിരുന്നപ്പോ 3 സ്റ്റാർട്ട്. അയ്യോ ബർഗർ അമലേട്ടിനൊക്കെ നോക്കണേ. നാരായൺ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നോക്കുന്നു ഗൈസ്. 2 വൈറ്റ്. അസ്ലൂന് നോക്ക്. ആരും മൂന്നാമത്തെ വൈറ്റ്. വിക്കല്ലേ സ്റ്റോപ്പ്. സൈസ് നോക്കട്ടെ എല്ലാവരും. സൈസ് നോക്കട്ടെ. ഡിസ്ക്വാളിഫൈ. അല്ല അത് ഇതാണ് ഏറ്റവും ഇത് രണ്ടുമാണ് ഏറ്റവും ചെറിയ ബർഗർ. ഓക്കെ അതും തോച്ചു. ഓഡിയൻസ് സത്യമാണോ? ഇത്രയൊക്കെ മത്സരം കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വരാം. എല്ലാ പരിപാടിയും അവസാനം ചെയ്യാൻ വരാം. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കൊടുത്തൊരു ബ്രേക്ക് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ശ്രുതിയില്ലേ. അപ്പോൾ അവർക്ക് എന്തൊരു സാധനം പാതിലോട്ട് നിന്ന് എടുക്കാണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടി കൂടെ ചെല്ലുക വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ. അപ്പം അതാണ്. അപ്പം എന്തായാലും അത് പോയി എടുത്തിട്ട് വന്നിട്ട് ഞാൻ വരാം. അപ്പം നീ പോ. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ ദാസറിൻ്റെ അടുത്തൊരു വീടിനടുത്തൊരു കഫേ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് അപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പരിപാടി. നമുക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്നത് നമുക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കുറേ കണക്ഷൻസ് കിട്ടും. അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. അതുകൊണ്ടൊക്കെ ഞാൻ പോകുന്നത് കുറേ കമ്പനീസ് കിട്ടുമല്ലോ. അതാണ്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം.